നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കുവാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഇവിടെ 2 നമ്പറുകളാണ് നൽകിയിരിക്കുന്നത്. ഈ 2 നമ്പറുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചതിനു ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാം നല്ലത് മാത്രം വന്നു ഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ഏത് സംഖ്യയിലേക്കാണോ ആ സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ഭവിക്കാനിരിക്കുന്നതായിട്ടുള്ള ആ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഇന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിലെ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണമെന്നും എങ്ങനെയൊക്കെ മുന്നോട്ടു പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ജീവിതം നയിക്കാമെന്നും ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ഫലത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ തൊടുകുറി ഫലങ്ങൾ പറയുവാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന നമ്പറുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്പർ 33ഉം രണ്ടാമത്തെ നമ്പർ 44ഉമാണ്. അതായത് ഒന്നാമത്തെ നമ്പർ 2 3കൾ ചേർന്ന ഒരു നമ്പറും രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് 2 4കൾ ചേർന്ന നമ്പറുമാണ് ഞാൻ ഇന്നിവിടെ തൊടുകുറി ഫലത്തിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇതിൽ നിന്നും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങൾ, ഈ ഫലങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിൻ്റെ ജെനുവിനിറ്റി, കൃത്യത എത്രമാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ ഒന്നാമത്തെ നമ്പർ ആയിട്ടുള്ള 33 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് ആദ്യം തന്നെ കാണുവാൻ കഴിയുന്നത്. അതായത് കുടുംബ ബന്ധത്തിനും അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധത്തിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾ ജീവിതത്തിൽ നൽകാറുണ്ട് എന്നുള്ളതും ഇനി അങ്ങോട്ട് അങ്ങനെ നൽകും എന്നുള്ളതും ഇവിടെ തെളിയുന്നതായിട്ടുള്ള ഒരു ഫലം തന്നെയാണ്. കൂടാതെ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതകാലത്തിൽ നിങ്ങൾ വളരെ കാലം അല്ലെങ്കിൽ വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം വിഷമങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ്. എത്ര തന്നെ സങ്കടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് പുറമേ കാണിക്കാതെ ഉള്ളിൽ തന്നെ ഒതുക്കി ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നിരുന്നാൽ കൂടിയും നിങ്ങളെ അടുത്തറിയുന്ന പല വ്യക്തികൾക്കും നിങ്ങളുടെ വിഷമങ്ങൾ അറിയാം എന്നുള്ളതും മറ്റൊരു സത്യം തന്നെയാണ്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഇനിയുള്ള നാളുകളിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അതായത് പലതരത്തിലുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ്. അങ്ങനെ തേടി വരുന്നതായിട്ടുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മ മാത്രം ചെയ്യുമെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ഇനി വരാനിരിക്കുന്നതായിട്ടുള്ള പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല കാര്യങ്ങൾക്കും കാരണമായി തീരും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ കടന്നുവരവ് മൂലം നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായിട്ടുള്ള ചില നേട്ടങ്ങൾ നേടിയെടുക്കുവാനും തന്മൂലം തന്നെ ജീവിതം മെച്ചപ്പെടുത്തുവാനും കഴിഞ്ഞു എന്നു വരാം. കൂടാതെ തൊഴിൽ മേഖലയിലും നിങ്ങൾക്ക് വളരെയധികം മികവ് പ്രകടിപ്പിക്കുവാൻ കഴിയും. അതൊക്കെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുമുണ്ട്. ഇനി അതുപോലെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം പല വിധത്തിലുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കും ചില പേരും പ്രസക്തിയും ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ആണെങ്കിൽ അല്ലെങ്കിൽ കലോത്സവം മുതലായ കാര്യങ്ങളിലെ മികച്ച അല്ലെങ്കിൽ ഉയർന്ന വിജയം തന്നെ നിങ്ങൾക്ക് നേടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാഭ്യാസത്തിനും ഉന്നതമായിട്ടുള്ള ഒരു വിജയം നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ മത്സര പരീക്ഷകളിൽ സമ്മാനത്തുക അല്ലെങ്കിൽ മത്സര പരീക്ഷകളിലെ വിജയം, കാര്യവിജയം മുതലായ കാര്യങ്ങൾ നിങ്ങളെ തേടി വരാനിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെയും ഒരു സൗഭാഗ്യം തന്നെയാണ്. പലപ്പോഴും ജീവിതാവസ്ഥകളെ വളരെ നിസ്സാരമായി കണ്ടുപോയിരുന്നവരാണ് നിങ്ങൾ. എന്നിരുന്നാൽ കൂടിയും ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം നിങ്ങൾ നൽകാറുമുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ ആണെങ്കിൽ കൂടിയും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്നേഹബന്ധത്തിനും നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എങ്കിൽ കൂടിയും നിങ്ങൾക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് എല്ലാ സുഹൃത്തുക്കളോടും എന്നുള്ളതും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലുള്ള വ്യക്തികളോടും നിങ്ങൾക്ക് വളരെയധികം സ്നേഹം തന്നെയാണ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും നിങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവർ വേദനിക്കുന്നത് കാണാൻ യാതൊരു താല്പര്യമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ കാരണം മറ്റാരും വിഷമിക്കരുത് അല്ലെങ്കിൽ വേദനിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളെയും വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്രയധികം നല്ല മനസ്സായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മഫലമായി നല്ലത് മാത്രമേ വരൂ എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആയതിനാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ സംഭവിക്കാനിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവവുമായിട്ട് ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ്. നിത്യവും ഈശ്വരനെ ഭജിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ സംഖ്യയായിട്ടുള്ള 33 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ സംഖ്യയായിട്ടുള്ള 44 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള തൊടുകുറി ഫലങ്ങളാണ് പറയുന്നത്. ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് അല്ലെങ്കിൽ ആശങ്കയിലാണ് എന്നതാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതായത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായാലും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കൂടിയും പല കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പുറമേ അത് കാണുവാൻ കഴിയില്ല എങ്കിൽ കൂടിയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. എങ്കിൽ കൂടിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നത് ഐശ്വര്യപൂർണമായ ദിനങ്ങൾ തന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകണമെന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കലും നിങ്ങൾ നിരാശരാകില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഫലം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്നാണ് ഇവിടെ കാണുവാനായി കഴിയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും
നേടിയെടുക്കുവാൻ കഴിയുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുമുള്ള ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുമുണ്ട്. ഇനി വരും നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഈ നേട്ടങ്ങളെല്ലാം കാരണം നിങ്ങളുടെ മുൻജന്മ സുഹൃതം അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മഫലം തന്നെയാണെന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടദേവതയുടെ സാന്നിധ്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതും അല്ലെങ്കിൽ അനുഗ്രഹ കടാശം വർദ്ധിക്കുന്നതും ഇത്തരത്തിൽ അനുഗ്രഹകരമായിട്ടുള്ള ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിന് ഒരു കാരണം കൂടിയാണ്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിത്യവും ഇഷ്ടദേവതയുടെ മന്ത്രങ്ങളും നാമങ്ങളും ജപിക്കുക. ഇഷ്ടദേവതയെ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുക. ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മുന്നോട്ടുള്ള ജീവിത വഴിയിൽ നിങ്ങൾക്കെല്ലാം അനുകൂലമാവുകയും തന്മൂലം നിങ്ങളുടെ ജീവിതത്തിലെ വിജയം നേടുവാനായിട്ട്, ഉന്നതി കൈവരിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ക്ഷേത്ര ദർശനം നടത്തേണ്ടതും അനിവാര്യം തന്നെയാണ്. കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളിൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടുന്നതാണ്. തന്മൂലം നിങ്ങളുടെ ജീവിതം മികച്ച നിലയിലേക്ക് മാറുകയും ചെയ്യും. അതാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. മറ്റൊരു കാര്യം, ആരോഗ്യപരമായിട്ട് അല്പം പുരോഗതി നേടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കൂടാതെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ വിവാഹാലോചനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്. ഇനി വിദേശയാത്രക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിലും വിദേശയാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെയും അനുകൂലമാകാനുള്ള ഒരു സാധ്യത കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം ഒരു മികച്ച നിലയിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ സംഖ്യയായിട്ടുള്ള 44 തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണോ അല്ലയോ എന്നുള്ളതും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.